അരിവാൾ ചുറ്റിക നക്ഷത്രം. 160-ൽ പരം രാജ്യങ്ങളിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ചിഹ്നമായ ഒരുപാട് രാജ്യങ്ങളുടെ ദേശീയ പതാക പോലുമായ കൊടിയടയാളം മലയാളികൾക്കേറെ സുപരിചിതമാകുന്നത് കേരളത്തിലെ പ്രധാന ഇടതുപക്ഷ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നവും പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിഹ്നവും അരിവാൾ ചുറ്റികയാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ അതിനപ്പുറം ഒരുപാട് പ്രത്യേകതകളും ചരിത്രവും റെക്കോർഡുകളും ഉള്ള ഒന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ അരിവാൾ ചുറ്റിക എന്ന ചിഹ്നം. 7 ഭൂഖണ്ഡങ്ങളിലായി ചിതറിക്കിടക്കുന്ന വ്യത്യസ്തരായ ജനതകൾ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലും ഘടനയിലും തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെയും രാജ്യത്തെ പോലും പ്രതിനിധാനം ചെയ്യാൻ ഒരുപോലെ പ്രയോഗിക്കുന്ന അരിവാൾ ചുറ്റികയുടെ ചരിത്രം. 1917 റഷ്യൻ വിപ്ലവം വിജയത്തിലേക്ക് അടുക്കവേ പിറവി കൊള്ളാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ സോവിയറ്റ് യൂണിയന് ഒരു പതാക രൂപകൽപ്പന ചെയ്യാൻ വിപ്ലവത്തിന്റെ മുന്നണി പോരാളി വ്ളാദിമിർ ലെനിനും എഴുത്തുകാരനും സോവിയറ്റ് യൂണിയന്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുമായ അനറ്റോളി ലൂണാചെർസ്കിയും ചേർന്ന് ഒരു പൊതു മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ട പതാക ഐറിഷ് സിറ്റിസൺ ആർമി എന്ന സംഘടനയുടെ കലപ്പയും ചുറ്റികയും എന്ന ചിഹ്നത്തോട് സാമ്യമുള്ള ഭൂഗോളത്തിനു മുകളിൽ ഒരു വാളും ചുറ്റികയും 5 കോണുകളുള്ള നക്ഷത്രവും സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് 6 സോവിയറ്റ് ഭാഷകളിൽ എഴുത്തും ചേർന്ന ഒന്നായിരുന്നു. എന്നാൽ ലെനിൻ ഈ ചിഹ്നത്തോട് വിയോജിച്ചു. ചിഹ്നത്തിലെ വാൾ അക്രമത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നും അത് തെറ്റായ പ്രതിച്ഛായ സൃഷ്ടിക്കുകയും ജനതയ്ക്ക് തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യും എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പിന്നീട് കൂടിയാലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ഒരേ സമയം സ്ത്രീത്വത്തെയും പൗരുഷത്തെയും ഗ്രാമീണ കർഷകരെയും നാഗരികരായ ഫാക്ടറി തൊഴിലാളികളെയും പ്രതിനിധാനം ചെയ്യുന്ന അരിവാളും ചുറ്റികയും അതിനു മുകളിലായി കമ്മ്യൂണിസ്റ്റ് നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്ന നക്ഷത്രവും ചെങ്കൊടിയുടെ പശ്ചാത്തലത്തിൽ ആലേഖനം ചെയ്ത വിശ്വപ്രസിദ്ധമായി തീർന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം 1924 ജൂലൈ 6-ന് റഷ്യയുടെ ഔദ്യോഗിക പതാകയായി അംഗീകരിച്ചു. സോവിയറ്റ് യൂണിയൻ അരിവാൾ ചുറ്റിക നക്ഷത്രത്തെ ഔദ്യോഗിക ചിഹ്നമായി പ്രഖ്യാപിച്ചതോടെ ലോകമെമ്പാടും ആ ചിഹ്നം ഒരു തരംഗമായി മാറുകയായിരുന്നു. റെഡ് ആർമിയുടെ യൂണിഫോമിലും തൊപ്പിയിലും ബാഡ്ജിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയധാരയിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന 160-ലധികം സംഘടനകൾ ലോകവ്യാപകമായി അരിവാൾ ചുറ്റികയെ തങ്ങളുടെ അടയാളമായി ഏറ്റെടുത്തു. ഇന്ത്യയിൽ CPIM, CPI അടക്കം 5-ലധികം പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ പതാകയിൽ അരിവാൾ ചുറ്റിക ആലേഖനം ചെയ്തു.